ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബ സംഗമവും സെപ്റ്റംബർ 13-14 തീയതികളിൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി വി. എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. 13-ന് രാവിലെ 8 മുതൽ കായിക മത്സരങ്ങൾ ആരംഭിക്കും. 1:15-ന് ഉച്ചഭക്ഷണം, തുടർന്ന് കായിക മത്സരങ്ങൾ തുടരും. 14-ന് രാവിലെ 8:30-ന് അത്തപ്പൂക്കള മത്സരം, 10-ന് പ്രസംഗ മത്സരം, 1-ന് ഓണസദ്യ, 2:30-ന് കുടുംബസംഗമവും സമ്മേളനവും മന്ത്രി വി. എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് OR ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. കെ. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തും. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ. ഹേമന്ത് കുമാർ ഓണസന്ദേശം നൽകും. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, രജിത ഹരികുമാർ, പി. ചന്ദ്രകുമാർ, സൂസൻ തോമസ്, രതീഷ് രത്നാകരൻ എന്നിവർ പ്രസംഗിക്കും. ഏറ്റുമാനൂർ SHO AS അൻസൽ സമ്മാനദാനം നിർവഹിക്കും. തുടർന്ന് കൈകൊട്ടിക്കളി, സംഗീത വിരുന്ന് എന്നിവ നടക്കും. ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ്റെ 2025 ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി. എൻ. വാസവൻ അവർ ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യപ്രഭാഷണം നമ്മുടെ കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ നിർവഹിക്കും. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ ഗാനരചയിതാവ് ശരത്ചന്ദ്ര വർമ്മയാണ്. അതുപോലെ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നിരവധി ആളുകൾ ഈ കുടുംബ ആഘോഷ പരിപാടിയിൽ. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് OR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് ബിജോ കൃഷ്ണൻ, സെക്രട്ടറി സുജ S. നായർ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ കീർത്തനം, ട്രഷറർ KS സുകുമാരൻ, ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ G. പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. എല്ലാ വർഷത്തിലും വ്യത്യസ്തമായിട്ട് ഈ വർഷം ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2 ദിവസമാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 13, 14 2 ദിവസങ്ങളിലാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. ആദ്യത്തെ ദിവസം കുട്ടികളുടെ കലാകായിക മത്സരങ്ങളാണ് നടത്തുന്നത്. രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ബാക്കി കുടുംബസംഗമവും അങ്ങനെയുള്ള അവാർഡ് ദാനം സമ്മാനദാനങ്ങളെല്ലാം നടത്തുന്നത്. അതിനുശേഷം ഏറ്റവും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.